തിരുവനന്തപുരം കിഴക്കനേല ഗവൺമെന്റ് LP സ്കൂളിലെ 30 വിദ്യാർത്ഥികളെ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടികൾക്ക് ഗുരുതരമായ പ്രശ്നങ്ങൾ ഇല്ലെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. സംഭവത്തിൽ DDE അന്വേഷണം പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം നാവായിക്കുളം കിഴക്കനേല ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. സ്കൂളിൽ നിന്നും ഫ്രൈഡ് റൈസും ചിക്കനും കുട്ടികൾ കഴിച്ചു. വൈകാതെ വയറിളക്കവും ഛർദിയും അനുഭവപ്പെട്ടു. തുടർന്ന് ആശുപത്രിയിൽ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുകയായിരുന്നു. 30 വിദ്യാർത്ഥികളിൽ 3 പേർ ഇപ്പോഴും പാരിപ്പള്ളി ESI മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. സ്കൂളിൽ നിന്ന് കഴിച്ച ഭക്ഷണത്തിൽ നിന്നല്ല ഭക്ഷ്യവിഷബാധ ഏറ്റതെന്ന് അധികൃതർ പറഞ്ഞു. ഏകദേശം 10-20ഓളം കുട്ടികളാണ് പെട്ടെന്ന് ലൂസ് മോഷനും ഛർദിലും ഉണ്ടായത്. പക്ഷേ അന്ന് ഉച്ചയ്ക്ക് 200-250ഓളം പേര് ഭക്ഷണം കഴിച്ചു. പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്കറിയാൻ കഴിഞ്ഞില്ല. സ്കൂളിലേക്ക് ചിക്കൻ വിതരണം ചെയ്ത കടയിൽ പരിശോധന നടത്താനാണ് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരുടെ തീരുമാനം. സ്കൂൾ അധികൃതരുടെ അനാസ്ഥയെന്നാരോപിച്ച് കോൺഗ്രസ് BJP യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മീഡിയ 1 തിരുവനന്തപുരം.